ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കോസ്കോയിലാണ്. ഇതിനു മുമ്പ് ഞങ്ങളൊരു കോസ്കോ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കോസ്കോൻ്റെ മെമ്പർഷിപ്പ് കാർഡ്. ഇതെല്ലാം കൂടി ഉള്ളത് എടുക്കുന്നോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് എടുക്കുന്നോ? ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ലാഭം. ഇതാകുമ്പോൾ നമുക്ക് 12-29 കിട്ടും. ഓരോന്ന് എടുക്കണമെങ്കിൽ ഒരു സെറ്റിൽ തന്നെ 8 സംതിങ് 7 സംതിങ് ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അങ്ങനെ വരും. പക്ഷെ അതിന്റെ ഓരോ സംഭവങ്ങളും 1 കിലോ വെച്ചിട്ട് സെപ്പറേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വില കൂടും. ഇതിനൊക്കെ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. നമുക്ക് ആവശ്യമുള്ള ഏതെടുക്കണ്ടേ? എല്ലാം കൂടെ മേടിച്ചാൽ വെക്കാനുള്ള സ്ഥലമുണ്ടോ? എനിക്കതിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് വാൾനട്ടൊന്നും ഇല്ല. ഈ ഇരിക്കുന്നതിനകത്ത് ഇപ്പുറത്തേതിനകത്ത് വാൾനട്ടും കൂടി ഇട്ടുള്ളതാണ്. അപ്പം ഇത് ഓരോ കുപ്പി വെച്ചിട്ട് എടുക്കാം. ഇനി അതല്ല, നമുക്ക് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഏതെങ്കിലും ബെറ്റർ കാണുവാണെങ്കിൽ അതെടുക്കാം. ഈനോക്ക് അതിനകത്ത് കയറിയിരിക്കാം. ബ്രസീലിയൻ നട്ട്സ്, നമ്മുടെ ചക്കക്കുരു. എന്നാണ് ഈ പിസ്താഷ്യ ഒന്നും വേണ്ടേ അതിനകത്ത്? ഓക്കെ, എല്ലാം മിക്സ്ഡ് ആയിട്ടല്ലേ വാങ്ങിച്ചേക്കുന്നത്. ഓക്കെ. ഇത് സെയിം ക്യാഷും ഉണ്ട്, പിസ്ത ഉണ്ട്. പക്ഷെ അതേപോലെ വാൾനട്ടും. സോൾട്ടഡ് അല്ലേ? സോൾട്ടഡ് അല്ല, അൺസോൾട്ടഡ് ആണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത് ഫ്രൈ ചെയ്താണ്. ജസ്റ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചിക്കനില് മങ്കി നട്ട്സോ നീ കഴിച്ചാൽ മതി. ഞാൻ ഈ കുറമങ്ങാറിന് നട്ട്സ് ഒന്നും കഴിക്കാറില്ല. മങ്കി നട്ട്സ് മാഷ്മല മേടിച്ചാലോ? വറുത്ത് തിന്നായിരുന്നു. അല്ല, നമ്മളത്തെ തീക്കകത്ത് ചുട്ട് തിന്നായിരുന്നു. അത് തിരിച്ചു വരുമ്പോൾ എടുക്കാം. ആദ്യം നേരെ പോട്ടെ. ഇത് ചോക്ലേറ്റ്സാണ്. നമുക്ക് ചോക്ലേറ്റ്സ് വേണ്ടല്ലോ. നേരെ അപ്പുറത്തേക്കും വാ, ഓടിയോ തമിഴ. സോക്സ് നോക്കാം. സോക്സ് ഇപ്പം എനിക്കിപ്പോൾ ആവശ്യത്തിനുണ്ട്. നിനക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. സോക്സ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ അത് അതേ പറ്റാവും. ഒരു സെക്കൻഡ്, എനിക്ക് ഒരു കാർഗോ പാൻറ് ആയിക്കോട്ടെ. ഇങ്ങനത്തെ പാൻറ് അടിപൊളിയാണ്. കാരണം വെച്ചാൽ നമുക്കിത് ഇതുണ്ട്, ഇവിടെ സിബുണ്ട്. അത്യാവശ്യം വാം വെതറിൻ്റെ സമയത്തൊക്കെ, സമ്മറിലൊക്കെ നമുക്കിത് ബോട്ടം നമുക്ക് മാറ്റാം.
മാറ്റിയിട്ട് ഇത് ഷോർട്ട്സ് ആയിട്ട് ഇടാന്നല്ലേ? ഓക്കെ, അതുകൊള്ളു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ കാണുന്നത്. അപ്പുറത്തെ സൈഡിൽ നോക്ക്. പിന്നെ നിങ്ങൾ രണ്ടൊന്ന് ടീഷർട്ട് നോക്കിക്കോട്ടെ, സമ്മറായില്ലേ? തുണി എങ്ങനത്തെ? നല്ല തുണിയാണ്. ടീഷർട്ടാണോ ഷർട്ടാണോ? ആ, ആ കയ്യിലെടുത്തേക്കണ ബ്ലൂ അല്ലേ? ബ്ലൂ ആണ്, പക്ഷെ ഇത് ജസ്റ്റ് ട്രൗസർ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കളർ എങ്ങനെയുണ്ട്? നീല വിട്ടൊരു കളിയില്ല. ഇവിടെ നീലയും ഗ്രേയും വൈറ്റ് മാത്രമേ ഉള്ളൂ. ടീഷർട്ട് നോക്കിക്കോ, എന്തായാലും സമ്മറാണെങ്കിൽ ഇപ്പൊ ടീഷർട്ട് ഇടാൻ പറ്റുള്ളൂ. അത് അളവ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് ആണ്. അതറിഞ്ഞെടുത്തോ. എനിക്ക് കാർഗോ പാൻറ് വേണം. കാർഗോ പാൻറ് ലൂസ് ടീഷർട്ട്. അവിടെ വേഗം എടുത്തോ, റീലെടുക്കണേക്കാൾ മുമ്പ്. അതെ, പെട്ടെന്നായിക്കോട്ടെ, നമുക്ക് അധികം സമയം കളയാനില്ല. ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ട്. നീ പച്ച ഒരെണ്ണം വേണമെങ്കിൽ എടുത്തോടി, നൈസാണത്. നമുക്ക് പച്ച നന്നായിട്ട് ചേരും. കാർഗോ പാൻറ് ഇങ്ങനെയൊക്കെ ഇടാം. നീ ഇപ്പം ഇട്ടിരിക്കുന്ന പാൻറ്റോ ജീൻസോ അങ്ങനെയുള്ള ഡ്രസ്സിൻ്റെ കൂടെ പൊക്കമുള്ളത്. അല്ലെങ്കിൽ മറ്റേ സ്കേർട്ട് പോലെ ഇല്ലേ, അതിൻ്റെ കൂടെയും പോവും, ഷോർട്സിൻ്റെ കൂടെയും പോവും. ആ, കണ്ടിട്ട് ആ സൈസ് മതിയെന്ന് തോന്നുന്നു. അത് തന്നെ, അത് ഇവിടുത്തെ സ്മോളാണ്. പച്ച എടുത്തോ, ഞാൻ പച്ച നിനക്ക് നല്ലതാ. ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കും ഉണ്ട് ഇഷ്ടംപോലെ. ബ്ലാക്കും വൈറ്റും കുറേ ഉണ്ട്. പച്ചയുടെ കുറവ്. ഈ വൈറ്റ് എടുത്തടി. ആ ഡിസൈൻ നോക്കിയാൽ എന്താണ് കൊള്ളാലോ. തിരിച്ചു ഞാൻ നേരത്തെ എടുത്ത ആ ടോപ്പിനൊരു പാൻറ് നോക്കുവാണ്. ഒരു പച്ച തന്നെ എടുക്കാം അല്ലേ? എന്താ നോക്കണേ? കൊളംബിയയുടെ എന്താണ്? ജാക്കറ്റോ? കൊളംബിയയുടെ നല്ലതാണ്. എന്തോന്ന് നീ എടുത്തു? പച്ചയോ? ഓക്കെ, ബാഗ് എടുക്കാൻ സമയമില്ല. ബാ, കിഡ്സ് സെഷനിൽ പോയി നോക്കേണ്ടി വരുമോ? ഒരു കാര്യം ചെയ്താൽ മീഡിയ ഇട്ട് നോക്കി. മീഡിയ ഇട്ട് നോക്ക്. എന്നിട്ട് ഇതൊരു ലാർജാ. ഈ ലാർജ് നീ ഇട്ട് നോക്കുക. എന്നിട്ട് സൈസ് പറ്റുമോ ഇല്ലയോ നമുക്ക് അറിയാലോ അത് ഇട്ട് നോക്കുമ്പോൾ. എന്നിട്ട് മാത്രം ലാർജ് തപ്പിയാൽ പോരെ.
കുറച്ച് വേണ്ടു. ലാർജിന് വേണം എന്തായാലും. പക്ഷെ ഇത് കൊള്ളാട്ടോ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂട് കിട്ടുന്നുണ്ട്. അതോ മീഡിയത്തിൻ്റെ ടാബില്ലേ അതെൻ്റെ ഇത് കൂട്ടി. ഫിഷും ചിക്കനും വേണം. പിന്നെ പോർക്കല്ലേ, ചിക്കൻ അപ്പുറത്തുണ്ടടി. ചിക്കൻ വേണേ മേടിക്കാം കേട്ടോ. $9.26. ഒന്നും നോക്കണ്ട, എടുത്തോ, നല്ല ലാഭം. വോൾ ചിക്കൻ, പിന്നെ വോൾ ചിക്കൻ 2 ലാഭമല്ലേ, എന്തായാലും അതിനൊരു 3-4 പൗണ്ട് ആവൂലേ. 3-4 അതിൽ കൂടുതലാവെങ്കിലേ ഉള്ളൂ വോൾ ചിക്കൻ. 1.5 കിലോ വെച്ച് നമ്മൾ 1 കിലോന് താഴെയുള്ളതാണ് 3 സംതിങ് തന്നെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാറില്ലേ. ഈ തൈസ് എടുക്കണോ അല്ലെങ്കിൽ ചിക്കൻ തൈസ് എത്രയാണ് റേറ്റ് വരുന്നത്? 5.77. വോൾ ചിക്കൻ മേടിക്കണോ തൈസ് മേടിക്കണോ? രണ്ടും നല്ല ലാഭമുണ്ട്, നല്ല പൈസ കുറവുണ്ട്. നമുക്ക് ഹോൾ ചിക്കൻ വാങ്ങിക്കാം, കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നും. പൈസ ആണെങ്കിലും ലാഭമുണ്ട് കേട്ടോ, എല്ലാം ലാഭമുണ്ട് എല്ലായിടത്തും പോലെ. എല്ലായിടത്തും ഉണ്ടാവില്ല. അവർ അവിടെ ചെന്ന് കഴിയുമ്പോൾ ടാക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഡിസ്കൗണ്ട് ഉള്ളത് പിടിക്കും. എന്താണ് ബ്രസ്റ്റ് ഫിൽസ് അല്ലേ? 5.89. പെർ kg ആണ് ഇത്. 2 സംതിങ് ഉണ്ട്. പെർ kg 5 പൗണ്ട് 89 സെക്കൻഡ് കേട്ടോ. ഓ പൊളി. ഓക്കെ, ഇതിന് 12.20 ഉള്ളൂ. ഏതിന്? ഈ ഫിഷിന് ഇത്ര എണ്ണത്തിന്. ഇത് ഏതൊരു ഫിഷ്? എനിക്കിന്ന് പേരൊന്നുമില്ല. അതെനിക്കറിയാം, മാക്കറിൽ. ഇത് അയല. അതെടുത്തു, അയലെടുത്തു. 26 ഉള്ളൂ. ഇത്രയിലെടുത്ത് 26. കിളിമീൻ എടുത്താലോ? റെഡ് തിലാപ്പിയ. തിലാപ്പിയ ആണല്ലോ. 15. ബർക്കത്തില്ല തിലാപ്പിയ ആണല്ലോ. സാൽമൺ 27, 20. സാൽമൺ എടുക്കണോ? 1.2 kg അല്ലേ? സാൽമൺ വേണ്ട, നമ്മൾ സാൽമൺ കഴിക്കുന്നുണ്ടല്ലോ അത്യാവശ്യം. സാൽമൺ അല്ലാത്ത എന്തെങ്കിലും എടുത്താൽ മതി. സീബാസ് മുള്ളൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്നത്. മുള്ളു വേണം, എന്നാലല്ലേ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു മുള്ളു. സാൽമൺ വേണ്ടതല്ലേ പറഞ്ഞാൽ. എന്നാൽ ഇതെടുക്കാം, അയിലെടുക്കാം. ആ തിലാപ്പിയ വേണമെങ്കിൽ എടുക്കാം. ഇരിക്കുന്നു റെഡ് തിലാപ്പിയ. ഇത് കിളിമീൻ. തിലാപ്പിയ കിളിമീനാണോ? എടുത്തു. എനിക്കറിയില്ല കിളിമീൻ. എടുത്താലോ? എനിക്കത് ഞാൻ എടുക്കാം. അടിയെന്ന് പറഞ്ഞ് എടുക്കണം. മുകളിലൊക്കെ ഇരിക്കുന്ന ഒരു വർക്കത്തില്ല കാണാൻ. പിടിച്ച കണ്ണ് കണ്ടാലറിയാം. അവന്റെ കണ്ണ് കണ്ടാലറിയാം. കണ്ണ് നോക്കിയിട്ടല്ലേ പഴയതാണ്. ഈ കണ്ണിന്റെ കളർ മാറിയിട്ടുണ്ടാവും അതല്ലേ? ആ, ചെകിള പൊക്കി നോക്കുമ്പോ ചീഞ്ഞ പോലെ ഇരിക്കും. കണ്ണ് നോക്കണം. കണ്ണ് കലങ്ങി റെഡിഷ് ആണെങ്കിൽ നല്ലതല്ല. പിന്നെ ചെകിള ഇങ്ങനെ നമ്മൾ മാറ്റിയിട്ട് നോക്കുമ്പോൾ ഈ സ്മെല്ല് വരും, ചീഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ പഴയതാണെങ്കിൽ. അതെ, ആരോടാ പറയുന്നേ? മീൻകാരിയാണല്ലോ. അതെ, മീൻകാരി എന്നല്ല, എന്നാലും മീനിന്റെ നാട്ടിൽ വളർന്നവളാണ്.
ഐ നോ എവറിത്തിങ് അബൌട്ട് മീ. തിരുത്തിപ്പുറം. വേണ്ട വേണ്ട, അത് മതി. അടുത്ത് പോകാം, പെട്ടെന്ന് പോകാം. സമയം 8 മണിയായേ. ലാമ്പൊന്നും വേണ്ട, അത് വേണ്ട വേണ്ട വേണ്ട. നമുക്ക് എന്നാ പോയി നോക്കിയിട്ട് വരാം. ഓക്കെ. കാണാനൊക്കെ ഭംഗിയാണ്. എന്താണ് അങ്ങോട്ടൊരു ചാഞ്ചാട്ടം? ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് മേടിക്കണോ? ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് മേടിക്കണോ? മധുരപലഹാരങ്ങളൊന്നും നമ്മളിനി കഴിക്കുന്നില്ല. ഓക്കെ, ഡൺ. പോട്ടെ പോട്ടെ. നല്ലതാണ് ഇപ്പോൾ. എൻ്റെ അമ്മീ, എന്തടി? ഓർഡർ എടുത്താൽ മതി. ഏതായാലും കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ പച്ചയ്ക്കാം. ആ ഫിഷിൻ്റെ മോളി വെക്കല്ലേ, ഫിഷിൻ്റെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കും. ഇത് വെണ്ടയ്ക്ക എടുക്കാം. അവിടെ ഇത് വെണ്ടയ്ക്ക എടുത്ത്. എന്താ കർത്താവ്, ഏഷ്യൻ ഷോപ്പിൽ നിന്നൊക്കെ പൊന്നുമ്പല കൊടുത്ത് മേടിക്കുന്ന സാധനമാണിത്. ഇതിൻ്റെ അടിയിൽ വേറെ നല്ലോണ്ടോ നോക്കി. ആ, അതെടുക്ക്. ഒരു സെക്കൻഡ് എടുക്ക്. ഏതായാലും എടുക്ക്. ബീൻസ് ഉണ്ട്, ബീൻസ്. തേങ്ങ എടുത്തിട്ട് നീ എവിടെ ഇട്ട് പൊട്ടിക്കും? കത്തി അരുവാളൊക്കെ ഉണ്ട്. ചിരകും. ആ, ചിരകം എന്ന് പറഞ്ഞാൽ അത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് കത്തി വെച്ച് പീസാക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചാൽ മതി. ഇതുകൊണ്ടോടി മാംഗോ. എന്തായാലും എനിക്ക് വേണം. അയ്യോ, അത്ര ഇതിനുള്ള. ഇത് ടെസ്കോയിൽ കിട്ടി സാധനം, ട്രേഡ് മാംഗോ. സെയിം തന്നെ. ഓർഗാനിക് ജിഞ്ചർ, ഓർഗാനിക്കോ? ഓർഗാനിക് എന്നൊക്കെ എഴുതിയേക്കണേ. പക്ഷെ ഇവിടത്തെ ഇഞ്ചിക്ക് നമ്മുടെ നാട്ടിലെ ഇഞ്ചിയുടെ അത്ര ഒരു പവറില്ല. കുത്ത് കിട്ടൂല. അതന്നെ എടുത്തു. അത് കുഴപ്പമില്ല, നമ്മുടെ ബോക്സിലിട്ടിട്ട് വെച്ചാൽ മതി. അത് നമുക്ക് നോക്കാം. എന്തെങ്കിലും ടിപ്സ് നോക്കാം യൂട്യൂബ്. ഇതിപ്പോ ആരോടാ പറഞ്ഞ കമന്റ് ചെയ്യാൻ? ആരോടാ പറഞ്ഞ കമന്റ് ചെയ്യാൻ? ഏതാടാ വീട്? അവിടെ ഇട്ട് 8 മണിയായി. നീ ഇവിടെ തന്നെ നിക്കല്ലേ? എനിക്ക് ബീട്രൂട്ടൊന്നും വേണ്ട. 2,990. അതെന്തോരം ഉണ്ട്? 1.5 കിലോയോ? സവാള ഉണ്ട്, ഒരു ലോഡ് സവാള. ഇത് നഷ്ടം. 3,49. എനിക്ക് വേണ്ട. ബാ, ഫ്രോസൺ ആയിട്ടൊന്നും നോക്കുന്നില്ലല്ലോ.
പിന്നെ ലിക്കറൊന്നും വേണ്ട. ഈ പ്രാവശ്യം നമ്മൾ ഹട്ടോട്ടല്ലോ പോകുന്നത്. നമ്മൾ കുറച്ച് എല്ലാം കണ്ട് എല്ലാം നോക്കിയിട്ടൊക്കെ പോകായിരുന്നു. ഇത് ഭയങ്കര ഹൃദയമായിട്ട്. അപ്പുറ സൈഡ് നോക്കിക്കോട്ടോ, പിച്ചയും കാര്യങ്ങളൊക്കെ അപ്പുറത്തായിരിക്കണം. നോക്കാം, ഇത്രയും നോക്കാം. ഇരുപത്തിനാലെണ്ണം ഉണ്ട്. ഇത് 24 ഉണ്ടെന്ന് അതുകൊണ്ടില്ല, 24 പാക്കാണ്. സംതിങ് 15 എണ്ണത്തിന് 15 30 5 സംതിങ്. നമുക്ക് ലിഡിലിൻ്റെ ഡെസ്കോടെ മുട്ട മതി. ആണ്ട്രി 15 പാക്ക് 2.47. അവിടെ മേടിച്ചോന്നോ? അത് 15 പൗണ്ടിൻ്റെ. ആ, ഒന്നും തുറന്നു നോക്കി. ഓക്കെ ആണോ നോക്കല്ല മുട്ട. മുട്ട കുഞ്ഞുങ്ങൾ എടുത്തൊന്നും നോക്കണ്ട, ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്ന് ഓടിച്ച് അതവിടെ വെച്ചിട്ട് അങ്ങേറ്റത്തുനിന്ന് ഒരു പുതിയ പാക്കറ്റ് എടുത്ത്. അതെ, അവളുടെ അങ്ങേറ്റം പറഞ്ഞാൽ അതാ എത്തുന്ന അങ്ങേറ്റം. എന്നാണ് അങ്ങോട്ടൊരു വലിവ്. നല്ല രസമുണ്ട്. അങ്ങോട്ടേക്ക് നമുക്ക് ആവശ്യമുള്ളതൊന്നും ഇല്ലല്ലോ. അതിന് ടീ ബാഗ്സ് ഒക്കെ അടി. ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തെങ്കിലും സിറിൽസോ എന്തെങ്കിലും വേണോ? ഇതാണോ നീ അന്വേഷിച്ചേ? നമ്മൾക്ക് ലാസ്റ്റ് ടൈം ഇത് വാങ്ങിച്ചിട്ട് കോംപ്ലക്സിലൊക്കെ അതേ പംകിൻ സീഡ് മാത്രമായിട്ടിരിക്കുന്നുണ്ട്. അതിനെത്രയാണ്? ഇവിടെ പംകിൻ സീഡ്സിന്റെ വില അതേ താഴെ നടക്കുന്നതായിരിക്കും. അത് തന്നെ 5.99. സത്യം പറഞ്ഞാൽ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പംകിൻ സീഡ്സ് കുറെ സീഡ്സുകളൊക്കെ ചിയ സീഡ്സ് നമുക്ക് ശരിക്കും ചിയ സീഡ്സ് വാങ്ങിക്കാം. പംകിൻ സീഡായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിനകത്തല്ല ഇല്ലേ? ഇതിനകത്ത് ആദ്യം പംകിൻ മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇവിടെ നിന്ന് കിട്ടും, ലിഡിലിൽ നിന്ന് കിട്ടും. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള സീഡ്സ് മാത്രമായിട്ട്. റേറ്റ് കുറവ്, ഇവിടെ റേറ്റ് ഉണ്ട് കുറച്ച്. പക്ഷെ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ഫ്ലാറ്റ് സൈഡ്സ് ആണ് ഇതില്ല. ഇത് കാണുന്നേ പൊടിയാണ് ഇതിൻ്റെ. അതിനിപ്പോ എന്താ, സീഡ്സ് പൊടിച്ചതല്ലേ? സീഡ്സ് പൊടിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കുറയും. ക്വാളിറ്റി കുറയോ? അതെങ്ങനെയാ? അങ്ങനെ ഞാൻ കേട്ടേക്കണം, എനിക്കറിയാൻ പാടില്ല എങ്ങനെയാണെന്ന് ചോദിക്കരുത്. ഹണി വേണോ? 8 വേണ്ട. ഈ വാൾനട്ട് മാത്രമായിട്ട് ഇത് ചെറുതാ, അത് വലുതാ, അതുകൊണ്ടാണ് അതിന് പ്രൈസ്. ഇതെടുക്കട്ടെ, എടുത്തു. ഒലിവ് ഓയിലിനോ? പക്ഷെ ഒലിവ് ഓയിൽ ഹെൽത്തിയാണ് സാധനം. അവക്കാഡോ ഓയിൽ അവിടെ ഉണ്ടാവണം, ആ ഫ്രഷ് ഫുഡിൽ ഉണ്ടാവണം. അത് തീർന്നു കാണും. ഇവിടെ ഫുള്ള് മെഡിസിനാണ് ഗൈസ്. വൈറ്റമിൻസും മെഡിസിൻസും സപ്ലിമെൻസും അങ്ങനെ എല്ലാം ഉണ്ട്. പ്രോട്ടീൻ പൗഡറും ഒരുപാട് കാര്യങ്ങളുണ്ട്. ദേ ഇരിക്കുന്നത് അശ്വഗന്ധ കേട്ടോ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന. ഒരുപാട് ഇതുണ്ട് കേട്ടോ, സപ്ലിമെൻറ്റ്സ് കുറേ ഉണ്ട്.
കൊളാജൻ, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സെറ്റ് വരുന്നുണ്ട്. ഈ സൈഡ് ഫുള്ള് പ്രോട്ടീൻ്റെ ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ ഷേക്കുകളുണ്ട്, പ്രോട്ടീൻ പൗഡർ ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ബോഡി വാഷ്, ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടുള്ളത്. പിന്നെ പാഡ് ഇതെല്ലാം ഉണ്ട്. എല്ലാം നല്ല ലാഭമാണ്. നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി എടുക്കുന്നതിൻ്റെ 50% നമുക്ക് കുറഞ്ഞു കിട്ടും ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ. പിന്നെ ചില കാര്യങ്ങൾ മാത്രമേ നമുക്ക് ലാഭമല്ലാതെ എനിക്ക് തോന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ലാഭം തന്നെയാണ്. നിങ്ങളെ ബില്ല് എത്രയായി? ബില്ല് കണ്ടിട്ട് കണ്ണുകളിൽ 270 ഉണ്ടായി. 270 ഉണ്ടോ? 20,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തിരുന്നു. ഞാനും അതെ, ഇത്രയും പ്രതീക്ഷയില്ല. ഞാൻ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മളിത് പുറത്തുനിന്നാണ് കാണാൻ കുറച്ചുള്ളെങ്കിലും ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലുണ്ട്, കിലോ കൂടുതലുണ്ട് തുടങ്ങി പറയാം. നമ്മളിപ്പോൾ ഇതേ സെയിം തന്നെ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാവും. 200 400 സംതിങ് ആവും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലാഭമാണ്. ഇവിടെയാണ് ഗൈസ് മെമ്പർഷിപ്പ് എടുക്കുന്നത്. കോക്സോഡ് ടയർ സെയിൽസ് മെമ്പർഷിപ്പ് എടുക്കുന്നത് ഇവിടെയാണ്. ആ പുള്ളി ചിലപ്പോൾ നോക്കുമായിരിക്കും. ആ പുള്ളി നോക്കും. കാടി ഫുട്ബോൾ ക്ലബ്ബാണത്. എട്ടരയാകുമ്പോൾ ക്ലോസ് ചെയ്യും ഈ കോസ്കോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇതേ 8:30 കഴിഞ്ഞു, ക്ലോസിങ് ടൈം കഴിഞ്ഞു. അപ്പോൾ ഇതുണ്ടല്ലേ, പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഏകദേശം എംപ്റ്റി ആയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരൊക്കെ പർച്ചേസിങ് കഴിഞ്ഞ് വീട്ടിൽ പോയി. സമ്മർ ആയതുകൊണ്ട് നല്ല വെയിലുണ്ട്. ഇപ്പോഴും 8:30 നല്ല വെയിലുണ്ട്. നമുക്ക് വണ്ടിയിലേക്ക് സാധനം എടുത്ത് നോക്കാം. നല്ല അടക്കി പെറുക്കി വെക്കുന്നുണ്ടല്ലോ. താങ്ക് യു. നമുക്ക് ഇതേ ഫ്രണ്ടിൽ വെക്കാം. ഇവിടെ വെച്ച് ഇവിടെ തന്നെ വെക്കാം. അത് പൊട്ടിപ്പോയില്ലായിരിക്കും. അത് പൊട്ടൊന്നുമില്ല. ആ ഡ്രസ്സൊക്കെ ബാക്കിലേക്ക് ഇട്. എഗ് വേണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വെക്കാം. എന്താ ഓർഡർ ചെയ്യണേ? ചിക്കൻ എന്തൊക്കെ പേരുകളല്ലേ. പിന്നെ ഒരു ഫ്രൈഡ് റൈസും. ഓക്കെ, നിങ്ങൾ എന്താ ഓർഡർ ചെയ്യണേ? ഞാൻ കിഴി ബീഫ് പൊറോട്ട. ഡ്രിങ്ക്സ് എന്താ വേണ്ടേ? ഞാൻ അടിച്ച ചായ, മസാല ചായ. ഞാൻ മാംഗോ ലസ്സി. ഇതിനോളെ ആറ്റിറ്റ്യൂഡാണോ? ഞാൻ നോക്കുമായിരുന്നു.
ബനാന ഫ്രൈയും ബേബി കഴിക്കുന്നത് അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.